പത്തനംതിട്ട കലഞ്ഞൂരിൽ രോഗിയുമായി പോയ ആംബുലൻസ് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? ഗൗതം, ഏകദേശം ഒരു 11:30 കൂടിയായിരുന്നു അപകടമുണ്ടായത്. പത്തനംതിട്ട ഭാഗത്തേക്ക് വന്ന ബസ്സും അതുപോലെ തന്നെ കോന്നിയിൽ നിന്നും വന്ന ആംബുലൻസും തമ്മിലാണ് കൂട്ടിയിടിച്ചിട്ടുള്ളത്. നിലവിൽ ബസ് യാത്രികരായ 8 പേർക്കും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർക്കും ആംബുലൻസിലെ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ഈ രോഗിയോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാരൻ ആംബുലൻസിന്റെ ഡോർ തുറന്ന് റോഡിലേക്ക് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. നിലവിൽ ആംബുലൻസ് ഡ്രൈവറുടെ പരിക്കാണ് അല്പം ഗുരുതരമായ പരിക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബസ്സിലുള്ളവർക്കെല്ലാം നിസ്സാരമായ പരിക്കുകളെ ഉള്ളൂവെങ്കിൽ പോലും എല്ലാവരും തന്നെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു മേഖലയാണിതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയായിരുന്നു രാവിലെ 11:30 കൂടി ഉണ്ടായത്. ആംബുലൻസിന്റെ പിൻഭാഗവും അതുപോലെ തന്നെ ബസ്സിന്റെ മുൻഭാഗവും പൂർണ്ണമായും തകർന്നു. വലിയ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും റോഡെല്ലാം തെന്നി കിടക്കുമായിരുന്നു. ഇപ്പോൾ ഈ ആംബുലൻസ് റോഡിൽ നിന്ന് തെന്നി മാറി സൈഡിലെ ഡിവൈഡറിൽ ഉൾപ്പെടെ തട്ടിയാണ് നിന്നത്. ബസ്സാണെങ്കിൽ ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. എന്നാൽ പോലും ബസ്സിലുള്ളവരുടെ പരിക്കെല്ലാം നിസ്സാരമായ പരിക്കാണ്. അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവറുടെ പരിക്കാണ് കൂടുതൽ ഗുരുതരമായ പരിക്ക് എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം. എന്തായാലും എല്ലാവരെയും തന്നെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗൗതം, ശരി, ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.